അപ്പോൾ ഇന്ന് മുട്ട വെച്ചിട്ട് 21ാമത്തെ ദിവസം പകൽ രാവിലെ തന്നെ തുറന്നപ്പോൾ കണ്ട അവസ്ഥ കണ്ടോ മക്കളെ. കുണ്ണുങ്ങളെല്ലാം ഇറങ്ങി വരുന്നു. കുണ്ണുങ്ങൾസ്, ഹലോ കുണ്ണുങ്ങൾസ്. എന്തൊക്കെയോ അംഗവൈകല്യമുള്ള ഒരെണ്ണമുണ്ട്. നമ്മുടെ വിഷയമല്ല, അത് നിങ്ങൾ തന്നെ ശരിയായിക്കോളും. ചൂട് കുറവാണ്, അപ്പോൾ നമ്മൾ ചൂട് കൊടുക്കാവേ. നമ്മൾ ബൾബൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം 21 ദിവസത്തിൽ നമ്മളുടെ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. 21-ാം തീയതി പകല, ഇന്ന് ഉച്ച കഴിയുമ്പോൾ മൊത്തം കുഞ്ഞുങ്ങൾ ഇറങ്ങും. അടിപൊളി, വേറെ ലെവൽ മോനെ. ആഹാ, എന്താ ഭംഗി ഉണ്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ആരും നിർബന്ധിക്കുകയില്ല, പക്ഷെ മെനക്കെട്ട പണിയാണ്. കാരണം രാവിലെ വൈകിട്ടൊക്കെ തിരിച്ച് വെച്ച് നമ്മുടെ പരിപാടി തീരും. എല്ലാ ദിവസവും തിരിച്ച് വെക്കണം, ബൾബിൻ്റെ ചൂട് നോക്കണം. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചേക്കണം. 37.5 ആകുമ്പോൾ അത് കട്ടാവും. ഇത് കണ്ടോ. ഇനി നമ്മൾ വേറൊരു വലിയ ഇൻക്യുബേറ്റർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്, കാണിക്കാവേ. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു വലിയ ഇൻക്യുബേറ്ററാണ്. അത് അതിൻ്റെ വലുപ്പം കണ്ടോ, അതിൻ്റെ ഒരു 4 ഇരട്ടി വലുപ്പം. അതെ, ഒരു 200 മുട്ട വയ്ക്കാൻ പറ്റും. ആ ഒരു ലെവലിലുള്ള സാധനമാണ്. എന്നാ സൈസാന്ന് നോക്കി, 3 അടി നീളം, 1.5 അടി വീതി, ഹൈറ്റും കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെ മാറ്റുക. ഈ ഉണ്ടായ കുഞ്ഞുങ്ങൾ ഇതിലോട്ട് മാറ്റി 2 ബൾബൊക്കെ ഇട്ട് ഫാനൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. അടിപൊളിയാക്കി ഇപ്പോൾ വെക്കും. അപ്പോൾ നമ്മളതിലേക്ക് പത്രപ്പേപ്പർ വിരിച്ചു. എന്നിട്ട് നമ്മൾ ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളെ പതുക്കെ പെറുക്കി എടുക്കണം. അതിന് നമ്മൾ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്തും ഇതവിടെ മാറ്റി വെച്ചു. എന്നിട്ടിത് ഇതിനെന്തോ ഒരു അംഗവൈകല്യം ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിന്. നമ്മളിത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ പതുക്കെ പെറുക്കിയെടുത്ത് ഇതിനുള്ളിലേക്ക് ഇടുക. ഓക്കെ, ഇങ്ങനെ മാറ്റിയിടും. അപ്പോൾ എല്ലാം മാറ്റി കാണിക്കാവേ. അപ്പോൾ വിരിഞ്ഞ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിത് ഇങ്ങോട്ട് മാറ്റി, ഇതുണ്ടോ, ഇത് മാറ്റി നമ്മൾ ബൾബൊക്കെ ഇട്ട് കൊടുത്താൽ നിങ്ങളിത് കാറ്റടിയിട്ടോ നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ വന്നോളും. നമ്മളിപ്പോൾ 40 ഡിഗ്രിക്കാണ് വെച്ചേക്കുന്നത്. കുറച്ച് തോർന്ന് കഴിയുമ്പോൾ നമ്മളിതിനെ മാറ്റിയിടും. തീറ്റയൊക്കെ കൊടുത്ത് മാറ്റും കേട്ടോ. ഇനി നമ്മളിതിനകത്ത് ഈ വിരിഞ്ഞ ഷെല്ലെല്ലാം പെറുക്കി മാറ്റുവാണ്. ഇതൊക്കെ നമ്മൾ ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മളുടെ മുട്ട തോടെല്ലാം കൂടെ കൃഷി ആവശ്യത്തിന് വേണ്ടി പൊടിച്ചെടുക്കും. ചെടിയിലൊക്കെ ചുരുട്ടാൻ കൊള്ളാം കേട്ടോ, ഈ ഷെല്ലെല്ലാം കൂടെ. നമ്മളിതെല്ലാം മാറ്റി വൃത്തിയാക്കി ഈ ബാക്കിയിരിക്കുന്ന മുട്ടയ്ക്ക് വിരിയാനുള്ള അവസരം ഒരുക്കി കൊടുക്കും.